അൽ വഹദത്തുർ റാബിഅ, 6-ാം ക്ലാസ്സിലെ 4-ാമത്തെ യൂണിറ്റ്. ആലമുത്തുയൂർ, പക്ഷികളുടെ ലോകം. ഇതാണ് യൂണിറ്റിൻ്റെ പേര്. അതിലെ 1-ാമത്തെ പാഠം അവ്വൽ തൊയ്യാരിൻ ഫി താരീഖ് എന്നൊരു ഖിസ്സ താരീഖിയ ആണ്. ഖിസ്സ താരീഖിയ എന്നാൽ ചരിത്രകഥ, ചരിത്രത്തിൽ നിന്നും എടുത്ത ഒരു സംഭവം കഥയാക്കി എഴുതിയിരിക്കുന്നു. അവ്വൽ തൊയ്യാരിൻ ഫി താരീഖ്, ചരിത്രത്തിലെ ആദ്യ പൈലറ്റ്. തൊയ്യാർ മീൻസ് പൈലറ്റ്. അവ്വൽ തൊയ്യാരിൻ, ആദ്യത്തെ പൈലറ്റ്. ഫി താരീഖ്, ചരിത്രത്തിലെ. ഖബ്ല അൽഫി സനത്തിൻ, 1000 വർഷങ്ങൾക്ക് മുമ്പ്. ആശ റജുലുൻ ഫിൽ അന്ദുലുസ്, അന്ദുലുസിൽ ഒരാൾ ജീവിച്ചിരുന്നു. അന്ദുലുസ് എവിടെയാ? ഇന്നത്തെ സ്പെയിനാണ് അന്ദുലുസ്, യൂറോപ്പിലെ സ്പെയിൻ എന്ന രാജ്യം. ആ രാജ്യം, സ്പെയിൻ, പണ്ട് ഉമ്മവി ഭരണത്തിന് കീഴിലായിരുന്നു. ആ സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യുഹിബ് തുയൂറ ഹുബ്ബൻ ജമ്മൻ, അദ്ദേഹം പക്ഷികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. യസ്തേഖിൽ മിനൻ നൗമി, അദ്ദേഹം ഉറക്കിൽ നിന്നും ഉണരുമായിരുന്നു. മുസ്തമിഅൻ ഇല അസ്വാത്തി തുയൂർ, പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട്. മുസ്തമിഅൻ, ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട്. ഇല അസ്വാത്തി തുയൂർ, പക്ഷികളുടെ ശബ്ദങ്ങൾ. അൽഹാനുഹ അദ്ബത്തുൻ ജമീലത്തുൻ, അവയുടെ ഈണങ്ങൾ, അവയുടെ രാഗങ്ങൾ സുന്ദരമായ, ഭംഗിയുള്ള, വളരെ ഭംഗിയുള്ളതായിരുന്നു. അദ്ബത്തായിരുന്നു, ജമീലത്തായിരുന്നു, നല്ല ഭംഗിയുള്ള, കേൾക്കാൻ ഇമ്പമുള്ള ഗാനങ്ങളായിരുന്നു പക്ഷികളുടേത്. യംഷി ഹാദർ റജുലു ബൈനൽ അൻഹാരി വൽ അസ്ജാരി, ഇയാൾ മരങ്ങൾക്കും പുഴകൾക്കും ഇടയിലൂടെ നടക്കുമായിരുന്നു. യുറാഖിബു തുയൂറ, പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ട്. വയതമത്തഉ ബി അൽവാനിഹ അറായിഅത്തി, അവയുടെ മനോഹരമായ നിറങ്ങൾ ആസ്വദിച്ചുകൊണ്ട്. വ ഉഗ്നിയതിഹ അൽ ജദാബ, അവയുടെ ആകർഷകമായ പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ട്. ആകർഷകമായ പാട്ടുകളും മനോഹരമായ നിറങ്ങളും ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം മരങ്ങൾക്കും പുഴകൾക്കും ഇടയിലൂടെ നടക്കുമായിരുന്നു. പക്ഷികളെ നിരീക്ഷിച്ച് നടക്കുമായിരുന്നു. പക്ഷികളോട് വളരെയധികം ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ഹൽ തുഹിബൂന തുയൂർ, നിങ്ങൾക്ക് പക്ഷികളെ ഇഷ്ടമാണോ? കൈഫ അസ്വാത്തു തുയൂർ, പക്ഷികളുടെ സൗണ്ടുകൾ എങ്ങനെയൊക്കെയാണ്? ഓരോ പക്ഷിക്കും ഓരോ സൗണ്ടാണല്ലേ. അയ്യ തായിരിൻ യുഅ്ജിബുക അക്സർ, നിനക്ക് ഏത് പക്ഷിയെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ പക്ഷികളെ നിരീക്ഷിച്ച് നടക്കുകയാണ് ഇദ്ദേഹം. നശഅർ റജുലു, അദ്ദേഹം വളർന്നു. മഅ റഗ്ബതിഹി ഫി തുയൂർ, പക്ഷികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടൊപ്പം അദ്ദേഹം വളർന്ന് വലുതാകും തോറും പക്ഷികളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും വർദ്ധിച്ചു വന്നു. ഖളാ വഖ്തൻ ത്വീലൻ ഫി ദിറാസത്തി ത്വയറാനി തുയൂർ, അദ്ദേഹം ദീർഘമായ സമയം പക്ഷികളുടെ പറക്കലിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ചിലവഴിച്ചു. ഖള, അദ്ദേഹം ചിലവഴിച്ചു. വഖ്തൻ ത്വീലൻ, ദീർഘമായ സമയം. ഫി ദിറാസത്തി, പഠനത്തിലായിക്കൊണ്ട് ചിലവഴിച്ചു ദീർഘമായ സമയം. എന്തിനെക്കുറിച്ചുള്ള പഠനത്തിൽ? ത്വയറാനി തുയൂർ, പക്ഷികളുടെ പറക്കലിനെക്കുറിച്ചുള്ള. ത്വയറാൻ മീൻസ് പറക്കൽ. വ ഫഹിമ തർക്കീബ ജിസ്മി തുയൂർ, അങ്ങനെ അദ്ദേഹം പക്ഷികളുടെ ശരീരത്തിൻ്റെ ഘടന മനസ്സിലാക്കി. ഫഹിമ, അദ്ദേഹം മനസ്സിലാക്കി. തർക്കീബ, ഘടന. ജിസ്മി തുയൂർ, പക്ഷികളുടെ ശരീരത്തിൻ്റെ. അദറക്ക, അദ്ദേഹം മനസ്സിലാക്കി. കൈഫിയത്ത ത്വയറാൻ, പറക്കലിൻ്റെ രൂപം, പറക്കുന്നത് എങ്ങനെയാണ്, പക്ഷിയെ നിരീക്ഷിച്ചുകൊണ്ട് പക്ഷി എങ്ങനെയാണ് പറക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹാവല അൻ യഖ്തരിഅ അദാതൻ ലി ത്വയറാൻ, പറക്കാൻ വേണ്ടി ഒരു ടൂൾ, ഒരു ഉപകരണം ഉണ്ടാക്കാൻ ഉപകരണം കണ്ടുപിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഹാവല, അദ്ദേഹം ശ്രമിച്ചു. അൻ യഖ്തരിഅ, കണ്ടുപിടിക്കാൻ. അദാതൻ, ഒരു ഉപകരണം. ലി ത്വയറാൻ, പറക്കാൻ വേണ്ടി. ദാത്ത യൗമിൻ, അങ്ങനെ അദ്ദേഹം പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ദാത്ത യൗമിൻ, ഒരു ദിവസം. ഗത്ത ഹാദർ റജ്ലു, അദ്ദേഹം മൂടി. ഗത്ത മീൻസ് മൂടുക.
ജിസ്മഹു തൻ്റെ ശരീരത്തെ ബിരീഷി നുസൂർ പരുന്തുകളുടെ തൂവലിനാൽ. നസുറുൻ ജമു നുസൂർ പരുന്തുകൾ. കുറേ പരുന്തുകളുടെ തൂവൽ ഒരുമിച്ച് കൂട്ടി. വജഅലലി നഫ്സിഹി ജനാഹൈനി എന്നിട്ട് തനിക്ക് വേണ്ടി 2 ചിറകുകൾ ഉണ്ടാക്കി. ജനാഹ് മീൻസ് ചിറക്, ജനാഹൈനി 2 ചിറകുകൾ. വശദ്ദഹുമ ബിജിസ്മിഹി എന്നിട്ട് അവയെ തൻ്റെ ശരീരത്തിൽ കെട്ടിവെച്ചു. ശദ്ദ മീൻസ് കെട്ടി, ഉറപ്പിച്ചു. ശരീരത്തിൽ കെട്ടിവെച്ചു 2 വലിയ ചിറകുകൾ ഉണ്ടാക്കിയിട്ട്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? പരുന്തിൻ്റെ തൂവലുകൾ കൊണ്ട്. സുമ്മ സഅദ മക്കാനൻ ആലിയൻ പിന്നെ അദ്ദേഹം ഒരു ഉയർന്ന സ്ഥലത്ത് കയറി. സഅദ കയറി. ഫി മദീനത്തി കുർത്തുബ പട്ടണത്തിലെ കോർഡോവ പട്ടണത്തിലെ ഉയർന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം കയറി, ഒരു കുന്നിന് പുറത്ത് കയറി. കോർഡോവ എന്നാൽ സ്പെയിനിൻ്റെ തലസ്ഥാനമാണ്. സ്പെയിനിൻ്റെ അന്നത്തെ തലസ്ഥാനമാണ് കുർത്തുബ അഥവാ കോർഡോവ. ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്നു. എന്ന് വെച്ചാൽ വളരെയധികം പണ്ഡിതന്മാരും ലൈബ്രറികളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ബാഗ്ദാദ്, കോർഡോവ ഒക്കെയായിരുന്നു ലോകത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഉമവി ഖിലാഫത്തിൻ്റെ കീഴിൽ. ഓക്കെ. ഫീമ ഖള അർറജുലു വഖ്തൻ തൊവീലൻ ഏതിലായിക്കൊണ്ടാണ് ആ റജുല് സമയം ചെലവഴിച്ചത്? ഏതിലായിക്കൊണ്ടാണ്? ഖള അർറജുലു വഖ്തൻ തൊവീലൻ ഫി ദിറാസത്തി ത്വയറാനി തുയൂർ. അല്ലേ, ഇവിടെയുണ്ട് ഉത്തരം. ഖള അർറജുലു വഖ്തൻ തൊവീലൻ ഫി ദിറാസത്തി ത്വയറാനി തുയൂർ. പക്ഷികളുടെ പറക്കലിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സമയം ചിലവഴിച്ചത്. ലിമ സഅദ റജുലു അൽ മക്കാനൽ ആലിയ റജുൽ എന്തിനാണ് ഉയർന്ന സ്ഥലത്ത് കയറിയത്? പറക്കാൻ വേണ്ടി അല്ലേ, പറക്കൽ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ സഅദ റജുലു അൽ മക്കാനൽ ആലിയ അയാൾ ഉയർന്ന സ്ഥലത്ത് കയറി. ലി മുഹാവലത്തി ത്വയറാൻ പറക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടി, പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ഉയർന്ന സ്ഥലത്ത് കയറിയത്. ഓക്കെ. അങ്ങനെ അദ്ദേഹം തനിക്ക് 2 ചിറകുകളൊക്കെ വെച്ച് ഒരു കുന്നിൻ പുറത്ത് കയറി പറക്കാൻ വേണ്ടി അല്ലേ, പറക്കുന്നത് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി. അങ്ങനെ ഇസ്തഹമന്നാസു ഫി മദീനത്തി കോർഡോവ പട്ടണത്തിൽ എല്ലാവരും ജനങ്ങൾ ഒരുമിച്ച് കൂടി, ജനങ്ങൾ തിരക്ക് കൂട്ടി. മീൻസ് ഒരുപാട് ആൾക്കാർ എത്തി. എന്തിനു വേണ്ടി? ഇദ്ദേഹം പറക്കുന്നത് കാണാൻ വേണ്ടി. ഷാഹദു ത്വയറാൻ റജുലി ബിക്കുല്ലി ഷോക്കിൻ അവരെല്ലാ ഇഷ്ടത്തോടെയും കൂടെ ആ റജുലിൻ്റെ ത്വയറാൻ കണ്ടു, പറക്കുന്നത് കണ്ടു. മീൻസ് പറക്കാൻ നോക്കുന്നത്, പറക്കാൻ പോകുന്നത് അവർ കണ്ടു. പറന്ന് തുടങ്ങിയിട്ടില്ല, അത് കാണാൻ വേണ്ടി അവരെ നിൽക്കുകയാണ്. അങ്ങനെ ഖഫസ റജുലു ഫിൽ ജവ്വി അദ്ദേഹം അന്തരീക്ഷത്തിലേക്ക് ഖഫസ ചാടി, അവിടെ നിന്നും എടുത്ത് ചാടി. വർത്തഫ ഖലീലൻ കുറച്ച് ഉയർന്നു, അല്പം ഉയർന്നു. ത്വറമിഅത്ത ഖദമിൻ ഒരു 100 അടി അദ്ദേഹം പറന്നു. 100 അടി എന്ന് പറഞ്ഞാൽ ഒരു 30 മീറ്ററും അല്പം കൂടുതലുണ്ടാവും. 30 മീറ്റർ അദ്ദേഹം പറന്നു. ഫൗക സത്ഹിൽ അർളി ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മുകളിൽ കൂടെ, മീൻസ് ഭൂമിക്ക് മുകളിൽ കൂടെ 30 മീറ്റർ ദൂരം, 100 അടി ദൂരം അദ്ദേഹം പറന്നു. സുമ്മ സഖത അലൽ അർളി പിന്നെ ഭൂമിയിലേക്ക് വീണു. വലം യസ്തതി അൽ ഹുബൂത ബിശക്ലിൻ സലീമിൻ അദ്ദേഹത്തിന് സുരക്ഷിതമായ രൂപത്തിൽ ഹുബൂത്ത് ലാൻഡിങ് സാധിച്ചില്ല. വലം യസ്തതി അദ്ദേഹത്തിന് സാധിച്ചില്ല അൽ ഹുബൂത്ത് ലാൻഡ് ചെയ്യാൻ, ഇറങ്ങാൻ അല്ലേ, ബിശക്ലിൻ സലീമിൻ സുരക്ഷിതമായ രൂപത്തിൽ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? വീഴുകയാണ് ചെയ്തത്. അല്ലാതെ 2 കാലിലോ അല്ലെങ്കിൽ സുരക്ഷിതമായി പരിക്ക് പറ്റാതെ ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഉസീബ ബിൽ ജുറൂഹി വൽ കുസൂർ അദ്ദേഹത്തിന് പൊട്ടുകളും മുറിവുകളും സംഭവിച്ചു. ശരീരത്തിൽ മുറിവുകളുണ്ടായി, എല്ലുകളൊക്കെ പൊട്ടി, അങ്ങനെ പരിക്കുകൾ പറ്റി. ബഅദ ഹാദിഹിൽ ഹാദിസത്തി ഈ സംഭവത്തിന് ശേഷം റാഖബ ഹുബൂത്ത ത്വാഇരി അദ്ദേഹം പക്ഷികളുടെ ലാൻഡിങ്, പക്ഷികൾ പറന്ന് വന്ന് ഇറങ്ങി നിൽക്കുന്നത്
അത് റാക്കബ അദ്ദേഹം നിരീക്ഷിച്ചു. വ അലിമ എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കി അന്ന ത്വാഇറ യഅ്തമിദു അല ദൈലി ഇൻദൽ ഹുബൂത്ത് ലാൻഡിങ് സമയത്ത് പക്ഷികൾ വാലിലാണ് അവലംബിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. വാലിൻ്റെ സഹായത്തോടെയാണ് പക്ഷികൾക്ക് പരിക്കൊന്നും പറ്റാതെ സേഫായി നിലത്തിറങ്ങി നിൽക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം ആദ്യം വാലുണ്ടാക്കിയിരുന്നില്ല, ചിറകുകൾ മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ചിറകുകൾ മാത്രം ഉണ്ടായാൽ ലാൻഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിമാനത്തിനും ടൈലുകൾ വാലുകളുള്ളത് അല്ലേ. സജ്ജല താരിഖു കിസ്സത്തഹു ഔവല തജ്രിബത്തിൻ ലിത്വയറാൻ ചരിത്രം അദ്ദേഹത്തിൻ്റെ കഥ ആദ്യത്തെ പറക്കൽ പരീക്ഷണം നടത്തിയ ആൾ എന്ന പേരിൽ രേഖപ്പെടുത്തി. സജ്ജല രേഖപ്പെടുത്തിയ താരിഖു ചരിത്രം കിസ്സത്തഹു അദ്ദേഹത്തിൻ്റെ കഥ ഔവല തജ്രിബത്തിൻ ആദ്യത്തെ പരീക്ഷണമായിക്കൊണ്ട് ലിത്വയറാൻ പറക്കാനുള്ള ആദ്യ പരീക്ഷണമായിക്കൊണ്ട്, അതായത് മനുഷ്യ ചരിത്രത്തിൽ പറക്കാനുള്ള ആദ്യ പരീക്ഷണമായിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കഥയാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചത്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന്. അദ്ദേഹമാണ് ഈ പരീക്ഷണം നടത്തിയത്. അദ്ദേഹത്തെക്കുറിച്ച് അടുത്ത പാഠത്തിൽ പഠിക്കാം. നുറത്തിബു തസ്രിഹാത്തി ഹസബ മആനി അന്നസ് പാഠഭാഗത്തിനനുസരിച്ച് ഈ വാചകങ്ങൾ ക്രമപ്പെടുത്താം. ഖഫസർ റജ്ലു ഫിൽ ജവ്വി വർത്തഫ ഖലീലൻ ആ റജുല് അന്തരീക്ഷത്തിലേക്ക് ചാടി എന്നിട്ട് അല്പം ഉയർന്നു. ഖലാ വക്തൻ തൊവീലൻ അദ്ദേഹം ധാരാളം സമയം ചിലവഴിച്ചു. ഫി ദിറാസത്തി ത്വയറാൻ തുയൂർ പക്ഷികളുടെ പറക്കലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. സഖത്ത അലർലി ഭൂമിയിലേക്ക് അയാൾ വീണു. ഉസിബ ബിൽ ജുറൂഹി വൽ കുസൂരി പൊട്ടുകളും മുറിവുകളും ബാധിച്ചു. ആശ റജുലിൻ ഫിൽ അന്ദുലുസ് ഒരു ആൾ അന്ദുലുസിൽ ജീവിച്ചിരുന്നു. സ്വയദ മക്കാനൻ ആലിയൻ ഫി മദീനത്തി കോർഡോവ പട്ടണത്തിലെ ഉയർന്നൊരു സ്ഥലത്ത് അദ്ദേഹം കയറി. ഇതിലിപ്പോൾ ആദ്യം വരേണ്ടത് ഏതാണ്? ഒന്നാമത് വരേണ്ടത് ആശ റജുലിൻ ഫിൽ അന്ദുലുസ് എന്നതാണ് അല്ലേ. രണ്ടാമതോ ഖലാ വക്തൻ തൊവീലൻ ഫി ദിറാസത്തി ത്വയറാനി തുയൂർ. മൂന്നാമത് സ്വയദ മക്കാനൻ ആലിയൻ ഫി മദീനത്തി ഖുർത്തുബ. നാലാമത്തത് ഖഫസർ റജുലു ഫിൽ ജവ്വി വർത്തഫ ഖലീലൻ. ലാസ്റ്റ് സെൻറ്റൻസ് സഖത അലൽ അർളി ഉസീബ ബിൽ ജുറൂഹി വൽ കുസൂർ. നസ്തഖ്രിജു മിനൻ നസ്സി അൽ അഫ്ആൽ അൽ മാളിയത വൽ വനസ്തഅമിലു ഫിൽ ജുമൽ പാഠഭാഗത്ത് നിന്നും മാളിയായ ഫീലുകൾ കണ്ടെത്തി വാക്യത്തിൽ പ്രയോഗിക്കാം. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആശ ജീവിച്ചു. അതെങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്? ആശ സമക്കുൻ ഫിൽ ബിർക്കത്തി ഒരു മത്സ്യം കുളത്തിൽ ജീവിച്ചു. അതേപോലെ പാഠഭാഗത്തുള്ള മാളിയായ ഫീലുകളൊക്കെ കണ്ടെത്തി ഇതേപോലെ എന്ത് ചെയ്യണം? ജുംലയുണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. രണ്ടാമത്തെ സെൻറ്റൻസ് നശ വളർന്നു. അതിനെക്കുറിച്ച് ആ വാക്കുകൊണ്ട് നശ അൽ വലതു ഫിൽ ഖറിയത്തി എന്നൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. കുട്ടി ഗ്രാമത്തിൽ വളർന്നു. പിന്നെ ഖല എന്നൊരു മാളിയായ ഫീൽ കാണാം. ഖല ത്വാലിബു ഔഖാത്തഹു ഫി ദിറാസത്തി വിദ്യാർത്ഥി തൻ്റെ സമയം പഠനത്തിൽ ചിലവഴിച്ചു. ഖല മീൻസ് ചിലവഴിച്ചു. ഫഹിമ മനസ്സിലാക്കി. ഫഹിമ ത്വാലിബു അത്തുറൂസ വിദ്യാർത്ഥി പാഠങ്ങൾ മനസ്സിലാക്കി. അദ്റക അതും മനസ്സിലാക്കി തന്നെ. അദ്റക്കൽ വലതു അത്വരിയക്ക ഇലസൂക്കി മാർക്കറ്റിലേക്കുള്ള വഴി കുട്ടി മനസ്സിലാക്കി. ഹാവല ശ്രമിച്ചു. ഹാവല സൂസു അന്യംഷിയ കോഴിക്കുഞ്ഞ് നടക്കാൻ ശ്രമിച്ചു. ഗത്ത മൂടി. ഗത്തൽ വലതു ബദനഹു ബിൽ ഫിറാഷി കുട്ടി തൻ്റെ ശരീരം പുതപ്പ് കൊണ്ട് മൂടി. ജഅല ആക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി. ജഅലൽ അബു അൽ കഅക്ക ഉപ്പ കേക്കുണ്ടാക്കി. ശദ്ദ കെട്ടി. ശദ്ദൽ ആമിലു അൽ ഹബില തൊഴിലാളി കയറ് കെട്ടി. സ്വഇദ കയറി. സ്വഇദ മുഹമ്മദുൻ അൽ ജബല മുഹമ്മദ് മലയുടെ മുകളിൽ കയറി. ഇങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കാം. ഇനി അടുത്തത് നഖറ ഉന്നസ്വ പാഠഭാഗം വായിച്ച് വനസ്തഖ്രിജു അൽ ജാറ വൽ മജ്റൂറ ജാറിനെയും മജ്റൂറിനെയും കണ്ടെത്താം. എന്താണ് ജാറും മജ്റൂറും? ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഫിൽ അന്ദുലുസി
അന്തുലുസിൽ സ്പെയിനിൽ. അതിൽ ഫി എന്നത് ജാറാണ്. ജാർ എന്ന് പറഞ്ഞാൽ ജെറിൻ്റെ ഹർഫ്, ജെറ് ചെയ്യുന്ന ശേഷം വരുന്ന ഇസ്മിന് ജെറ് ചെയ്യുന്ന ഹർഫ്, അതാണ് ജാർ. അൽ അന്തുലുസ് എന്നതോ മജ്റൂറാണ്. മുമ്പിൽ ജെറിൻ്റെ ഹർഫ് വന്നതുകൊണ്ട് ജെറ് ചെയ്യപ്പെട്ട വാക്ക്, അതാണ് അൽ മജ്റൂർ. ഓക്കെ, അപ്പോൾ ജാറും മജ്റൂറും കണ്ടെത്താം. പാഠഭാഗം ഒന്നുകൂടെ നോക്കാം നമുക്ക്. എന്നിട്ട് ഏതൊക്കെ ജാറും മജ്റൂറും ഉണ്ടെന്ന് നോക്കാം. ഫിൽ അന്തുലിസ് എവിടെ കൊടുത്തു അല്ലേ. പിന്നെയോ മിനന്നോമി, മിൻ എന്നത് ജാറാണ്, അന്നോമ് മജ്റൂർ, ഉറക്കിൽ നിന്നും. പിന്നെ ഇല അസ്വാത്തി, ഇല എന്നത് ജാറാണ്, അസ്വാത്തി മജ്റൂറാണ്, ശബ്ദങ്ങളിലേക്ക്, അത് ശബ്ദങ്ങൾ കേട്ടുകൊണ്ടല്ലേ. പിന്നെയോ ബി ബി അൽവാനി എന്ന് കാണുന്നുണ്ടല്ലേ. ബി അൽവാനി, നിറങ്ങൾ കൊണ്ട്. ബി എന്നത് ജാറാണ്, അൽവാൻ മജ്റൂറാണ്. അതൊക്കെ അവിടെ എഴുതുക. ഇനി ഫി തുയൂരി, പക്ഷികളിൽ. ഫി ജാറാണ്, തുയൂർ പക്ഷി, പക്ഷികൾ എന്നത് എന്താണ്, മജ്റൂറാണ്. ഫി ദിറാസത്തി, ഫി ദിറാസത്തി പഠനത്തിൽ. ഫി ജാറ്, ദിറാസത്ത് മജ്റൂർ. ബിരീഷ്, ബി ജാറ്, രീഷ് മജ്റൂർ, തൂവൽ കൊണ്ട്. ബി ജിസ്മി, ജിസ്മി, ഇവിടെ ഹി വേണ്ട കേട്ടോ, ഒരു വാക്ക് മാത്രം മതി. ബി ജാറ്, ജിസ്മി മജ്റൂർ. ഓക്കെ. ഫി മദീനത്തി, ഫി ജാറ്, മദീനത്തി മജ്റൂർ. അപ്പോൾ ജർ ചെയ്യപ്പെട്ട വാക്കുകളാണ് ഫിയുടെയും മിന്നിൻ്റെയും ഇലയുടെയും അന്നിൻ്റെയും ബിയുടെയൊക്കെ ശേഷം ഉണ്ടാകുക. എങ്ങനെയാണ് ജർ ചെയ്യുക? അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകിക്കൊണ്ടാണ് ജർ ചെയ്യുക. ഫി മദീനത്ത് എന്ന വാക്ക് നോക്കൂ, മദീനത്ത് എന്ന വാക്കിൻ്റെ മുമ്പിൽ ഫി വന്നു അല്ലേ. ഫി എന്നത് ജറിൻ്റെ ഹർഫാണ്. അപ്പോൾ മദീനത്ത്, അങ്ങനെ ഒരു ഇസ്മിൻ്റെ മുമ്പിൽ ജറിൻ്റെ ഹർഫ് വന്നാൽ ആ ഇസ്മിൻ്റെ ഇറാബ് ജറാണ്. എങ്ങനെയാണ് ജർ ചെയ്യുക? അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകിക്കൊണ്ട്. അതുകൊണ്ടാണ് മദീനത്തി എന്ന് പറഞ്ഞത്. എല്ലാ ജറിൻ്റെ എല്ലാ മജ്റൂറും നോക്കിയാൽ നമുക്ക് കാണാം അവസാനത്തെ അക്ഷരം കസർ നൽകപ്പെട്ടതായിട്ട് കാണാം. കാരണം ജർ എന്ന ഹർഫിൻ്റെ അടയാളം എന്താണ്? അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകലാണ്. ഓക്കെ, ഇനി അടുത്ത പാഠത്തിൽ ഈ പറന്ന ആളെക്കുറിച്ച് നമുക്ക് പഠിക്കാം.